അനു വിനു അടിച്ച് പിരിഞ്ച് അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് വിനുവിനെ പുറത്താക്കി. വിനു അനുവിനെ പ്രേമിക്കുന്നു. വിനു അനുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള തുമ്പനുകളും വെച്ച് ഒരുപാട് വീഡിയോകൾ കിടന്ന് ഓടി നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊന്നും വേറെ പണി ജോലിയൊന്നുമില്ല മക്കളെ? അനുവിൻ്റെ ജോലി ചെയ്തു. ആ ജോലിക്ക് ഒരു സഹായമായി വിനു നിന്നു. അത് കൊണ്ട് ഒരു 50 ലക്ഷം രൂപ ഒരു കാറ് അനുവിന് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം വിനുവിനുണ്ട്. അപ്പോൾ വിനു ഒരു ബിസിനസ് മാനാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു PR ആണ്. ആ PR അടുത്ത കൊല്ലം ബിഗ് ബോസിന് ഒരുപാട് ആൾക്കാർ ഇതുപോലെ നമുക്ക് വിനുവിന്, നമ്മുടെ അനുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കാരണം ഒരുപാട് ആൾക്കാർ ഇനി PR വിനുവിനെ ഏൽപ്പിക്കും. അത് അതിൻ്റെ ബിസിനസ്സിന് ഒരു ഡെവലപ്മെൻറ്റാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ അനുവിൻ്റെ കൂടെ നിന്നാൽ തന്നെയാണ് ഒരു നല്ലൊരു പബ്ലിസിറ്റിയും പരസ്യമൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വെറുതെ നമ്മുടെ വിനുവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും 2 കുട്ടികളുള്ളതാണ്. അനുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നല്ലൊരു ബന്ധം, അതുപോലെ തന്നെ നല്ലൊരു കരിയർ എല്ലാം അനുവിൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോഴത്തെ ഗൾഫിലാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ബന്ധത്തിനെ ആൾക്കാർ കൊണ്ടുവന്ന് വികലമാക്കണതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനു, ഞാൻ പറഞ്ഞ ഒരു മിടുക്കനാണ്. കാരണം അഖിൽമാരാരിന് കപ്പ് മേടിച്ചു കൊടുത്തു, ജിൻഡോയ്ക്ക് കപ്പ് മേടിച്ചു കൊടുത്തു, പൊട്ടൻ ജിൻഡോയായി അഭിനയിച്ച് കപ്പ് മേടിച്ചു. അതുപോലെ തന്നെ അനുമോളുടെ കഴിവുണ്ടെങ്കിലും അതുപോലെ തന്നെ വിനുവിൻ്റെ കഴിവും കൂടിയപ്പോൾ എന്തുണ്ടായി? ഒരു ഹിമാലയൻ വോട്ടിംഗ് പാറ്റേണായിട്ട് മാറി. അനു ഒരു ട്രെൻഡിങ് ആയി മാറി. അത് അവരുടെ കോംബോ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഓരോ ന്യൂസുകൾ ഇതിൽ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുന്നത്? അവർ നല്ല സുഹൃത്തുക്കളാണ്, വിനു നല്ലൊരു PR ആണ് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചുകൂടെ? അതല്ല ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലത് അതാണ്. ബിഗ് ബോസ് കഴിഞ്ഞു. ബിഗ് ബോസിൻ്റെ ആ ഒരു ഗെയിം എല്ലാവരും നിർത്തിവെച്ച് അവരവരെ പണിക്ക് പോവുക. അതാണ് നല്ലത്. പശുവും ചത്തും പോലെ പൊളിയും പോയി. ഇനി ഇവരെ കുറിച്ചുള്ള ഈ അപവാദം പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? നമുക്ക് അടുത്ത ബിഗ് ബോസ് മാർച്ചിൽ തുടങ്ങുന്നേ. അതവരൊന്ന് വെയിറ്റ് ചെയ്യ്. ഇവരെ വഴിക്ക് വിട്. അവർ ജീവിക്കട്ടെ. അവർക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ്. അവർ ജീവിക്കട്ടെ. ഇത്ര എനിക്ക് പറയാനുള്ളൂ.